ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മുഗളായി ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. കുറച്ച് ചിക്കനുള്ളിൽ നല്ലൊരു കറി നമുക്ക് കുറച്ച് ചിക്കൻ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാം. അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായതുകൊണ്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഈ കറി തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബോണോട് കൂടിയ കറി പീസായിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബോൺലെസ് വേണേലും ഉണ്ടാക്കാം, പക്ഷേ ബോണോട് കൂടി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനിവിടെ ബോണോട് കൂടിയ കറി പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം ഇതിൽ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് കറുവപ്പട്ട ചേർക്കാം, ബ്ലാക്ക് കാർഡമം ചേർക്കാം. കറുത്ത ഏലക്ക ഇതിന് മസ്റ്റ് ആട്ടോ. അപ്പം ബ്ലാക്ക് കാർഡമം അല്ലെങ്കിൽ കാലി ഇലാച്ചി എന്നൊക്കെ പറയും. ഇതിലേക്ക് ഒരു 5 ഏലക്ക ചേർക്കാം, 3 ഗ്രാമ്പു, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ചേർക്കാം, നല്ല ജീരകവും 1/2 ടീസ്പൂൺ ചേർക്കാം, ഒരു 15 ബദാം എടുത്തിട്ടുണ്ട്, 12 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, കുരുമുളക് 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് ഒരു 3 എണ്ണം, സാദാ എരിവുള്ള മുളക് ഒരു 4 എണ്ണം. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. മല്ലിയും നമ്മൾ മുഴുമല്ലി എൻ്റെ കയ്യിലില്ല, മുഴുമല്ലി ഉണ്ടെങ്കിൽ നമ്മൾ മല്ലിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. മല്ലിയും മുളകും പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ലാസ്റ്റ് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മുഴുവനോടെ ആണെങ്കിൽ നമുക്ക് ആദ്യമേ ചേർത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പാത്രം മാറി ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറി കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നില്ല, നല്ല പൊടിയായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം സൈസ് 2 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഉള്ളി വറുത്ത ഓയിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇളക്കി കൊടുത്ത് ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി വറുത്ത എണ്ണ അധികം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ പാത്രത്തിലുണ്ടായാൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കൂടെ തന്നെ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. പാലാണ് കൂടുതലും നല്ലത്. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. നമുക്ക് വെന്ത് വാങ്ങുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വരും. ഇനി കൂടുതൽ തിക്കാവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് ചിക്കൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തിക്ക് ഗ്രേവി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കാം.
ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ടേസ്റ്റ് ബാലൻസ് ആയെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടതില്ല. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ സമയത്ത് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇത് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് ആവശ്യാനുസരണം ഇത് പറ്റിച്ചെടുക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയ്യിലിട്ട് നന്നായിട്ട് പൊടിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ 1 ടേബിൾ സ്പൂണാണ് കസൂരി മേത്തി എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇനി ഒന്ന് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മല്ലിയില വേണമെങ്കിലും ഇതിന് ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കാതെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് മാറുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടെ കുറുകി വരും. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് മുഗളായി ചിക്കൻ കറി. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് റൈസിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും എല്ലാം നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. നാനോ, പൊറോട്ട, ചപ്പാത്തി, റൈസ് ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്